അമ്മ ഞാൻ രാവിലെ 7 മണിക്ക് അയച്ച മെസ്സേജ് അല്ലേ? നിങ്ങൾക്ക് ഇതുവരെ അത് തുറന്നു നോക്കാൻ പറ്റിയില്ല? മോനെ ഞാൻ അമ്പലത്തിലേനു. നിങ്ങൾക്ക് അമ്പലാണോ വലുത്, ഞാനാണോ വലുത്? എന്റെ കാര്യം നടക്കാനല്ലേ മോനെ. ഈ അമ്പലമെല്ലാം ഞാൻ കേറി ഇറങ്ങി നടക്കുന്നു. ആ ശരി, കരയണ്ട. ഞാൻ അയച്ച പ്രൊഫൈൽസ് എല്ലാം നോക്കിയിട്ട് വേഗം ജിതേഷ് പോലീസിന് അയച്ചു കൊടുക്ക്. വല്ല ക്രിമിനൽ പശ്ചാത്തലം ഉണ്ടെങ്കിൽ പിന്നെ ആ വഴിക്ക് പോകണ്ടല്ലോ. അമ്മ ഞാൻ പിന്നെ വിളിക്കാം. ശരി മോനെ. ഹായ് ബേബി. ഹലോ. ഞാൻ നിങ്ങളെ ജീവിത പങ്കാളി മാട്രിമോണിന്റെ ഒരു പ്രീമിയം കസ്റ്റമർ അല്ലേ? എന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചുള്ള മാച്ചസും റിക്വസ്റ്റും അല്ലേ എനിക്ക് വരേണ്ടത്? അതിന് പകരം എന്തൊക്കെ വണ്ടി വിലയാണ് എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ലാപ്സാണ് നിങ്ങളെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സർ, ഞങ്ങളുടെ സെർവർ ഡൗൺ ആയി പോയി. അതുകൊണ്ട് ആൽഗോരിതം ഒന്നും കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. വി റിയലി സോറി. സെർവർ അപ്പായ സമയത്ത് ഇതിന്റെ അൽഗോരിതം ഒന്നും വർക്ക് ആയിട്ടില്ല. ഞാൻ ഇവിടെ പോരെ നടന്ന് നിൽക്കുക. 38 വയസ്സിനുള്ളിൽ എന്റെ കല്യാണം നടക്കണം ബേബി. ഡൺ ആക്കാം സർ, ഡൺ ആക്കാം. ഉറപ്പായിട്ടും നടന്നിരിക്കും. ആ നടക്കണം. ജേഷേ, ഗുഡ് മോർണിംഗ്. ഇതാ റൈറ്റർ താത്രിക്കുട്ടിയാ. താനൊരു സോറി അങ്ങ് പറഞ്ഞേക്ക്, അതോടെ പ്രശ്നം തീരുമല്ലോ. ഞാൻ എന്തിനു സോറി പറയണം? ഓളൊരു നോവൽ എഴുതി, അതിനെ വിമർശിച്ചുകൊണ്ട് ഞാനൊരു ക്രിട്ടിക് എഴുതി. ഞാൻ ചെയ്ത എന്റെ ജോലിയാണ്. എന്ന് വെച്ച് താൻ എന്തൊക്കെയാണ് എഴുതി പിടിപ്പിച്ചത്? ഇതിന് വിമർശനം എന്നല്ല പറയാ, ഒന്ന് കൊല വിളിക്കാന്ന് പറയാ. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ ഭാഗമായിട്ട് ഒരു പുസ്തകം എഴുതാമെങ്കിൽ അതേ രാജ്യത്ത് അതേ റൈറ്റ്സ് ഉള്ള പൗരൻ എന്ന നിലയിൽ എനിക്കൊരു വിമർശനം എഴുതാം. മാങ്ങാ തൊലി. എന്നിട്ടാണോ LGBTQ കമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്തെന്നും പറഞ്ഞ് അവരുടെ പുസ്തകം പ്രകൃതി വിരുദ്ധാന്ന് താൻ ആക്ഷേപിച്ചത്? അവർക്ക് പണി അറിയില്ല, അടുക്കളയിൽ പോയി ചപ്പാത്തി ചുട്ടാ മതി, എന്തൊക്കെ തോന്നിയസോടെ താൻ എഴുതി വിട്ടെ. ഒന്നാന്തര സ്ത്രീ വിരുദ്ധതയല്ലേ അതൊക്കെ? അതിന്റെ മൗലികാവകാശം. എന്ത് സ്ത്രീ വിരുദ്ധതയോ? അതെ ജേഷേ, താൻ കരുതുന്ന പോലെ സ്ത്രീയല്ല അവര്. സിബുകൂറോടെ ജേഷേ. ഓള് വിചാരിക്കുന്ന പോലെ ഒരാണുമല്ല ഞാൻ. ഏടി വരുന്നിട്ട് സ്വന്തം പേര് മുഖം മറിച്ച് തൂലികാ നാമത്തിൽ എഴുതുന്ന ആളല്ല ജയേഷ്. മാമ്പറത്തെ ജയേഷ് മാപ്പോറയില്ല സുമിത്ര. പ്ലീസ് ലീവ്. ഹലോ താത്രിക്കുട്ടി, ഞാനിവിടെയൊക്കെ നോക്കി, എവിടെയും കാണാനില്ല ജയേഷിനെ. വാഷ്റൂമിലാണെന്ന് തോന്നുന്നു. അവൻ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ആ തെണ്ടിയോട് പറഞ്ഞേക്ക്, എന്റെ കൺവെട്ട് തെങ്ങാനും അവനെ കിട്ടിയാ അടിച്ചവന്റെ പല്ല് ഞാൻ തെറിപ്പിക്കുന്നു. ബ്ലഡി ഷോവനിസ്റ്റിക് പിഗ്. ഓക്കെ ഓക്കെ, ഐ വിൽ കൺവേ ദ മെസ്സേജ്. ഓക്കെ. മ്യൂട്ടാക്കിയില്ലല്ലോ സർ. കം കം കം. എങ്ങനെയുണ്ട് ജയേഷേ നമ്മുടെ അടുത്ത മാസത്തെ മാഗസിൻ കവർ? സാർ, നമ്മളതൊരു ലിറ്റററി മാഗസീൻ അല്ലേ? ഈലും വേണം തുണി അയച്ചിരുന്ന പെമ്പിളറെ ഫോട്ടോസ്. എടാ, ഗ്ലാമർ എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയുടെ ഒരു ഭാഗമാണ്. നീ ചുമ്മാ ഒരുമാതിരി ഈ ഫേസ്ബുക്ക് അമ്മമാരെ പോലെ സംസാരിക്കാതെ. ബാബു സാറേ, നമ്മള് ഫയർ ഇറക്കുന്നേ അല്ലടാ മുത്തിച്ചിപ്പി. എസ്തറ്റിക് സെൻസറുള്ള ഒരു മണാമണാച്ചന്മാരും ഇല്ലേ സാറേ, എനിക്ക് പണിയുണ്ട്. ജയേഷേ പിണങ്ങാതെ. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, നാട്ടിൽ പോണ്ടേ? പിന്നെ നാട്ടിൽ പോകണ്ട്. ഈ ചെങ്ങാതിയുടെ ഒരു കാര്യമേ, എല്ലാ വെള്ളിയാഴ്ചയും നാട്ടിൽ പോകും. ശനി ഞായറും പെണ്ണ് കാണും. തിങ്കളാഴ്ച കറക്റ്റായിട്ട് തിരിച്ചു വരും. ഇല്ലെങ്കിൽ ജോലി പോകും. സാറേ, നല്ലൊരു ഭാര്യനെ കിട്ടണമെങ്കിൽ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. ജയേഷേ, നിന്റെ സങ്കല്പത്തിലുള്ള പോലെ ഒരു ഭാര്യയെ കിട്ടാന്ന് പറഞ്ഞാൽ ഈ 21-ാം നൂറ്റാണ്ടിൽ ഒരു ഡയനസോറിനെ തപ്പി നടക്കുന്ന പോലെയാ. ഓക്കെ വിട്ടു. ജോക്സ് അപ്പാർട്ട്, പ്ലീസ് ഗോ ഗെറ്റ് യുവർ ഡയനസോർ. കടിച്ച് തിന്നാൻ തോന്നുന്നു എനിക്ക്. എന്നാ എനിക്കൊരു ഉമ്മ തരുമോ? ഞാനുണ്ട്. ജയേഷ് മാമ്പറത്ത്. ഓക്കെ ജിതേഷേ പറയടാ. ആടാ, എൻ്റെ അമ്മ എന്നെ രാവിലെ വിളിച്ചിട്ടേനു. അത് നമുക്ക് ശരിയാവില്ലടാ. ഞാൻ 3 ദിവസം അങ്ങോട്ടേക്ക്. എന്താ? ആ ഒന്നാമത്തെ പെണ്ണിന്റെ ആളെ ചെക്കനെ നമ്മൾ തന്നെ ഒരു ലഹരി കേസിൽ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ലഹരി? ലഹരി എന്ന് വെച്ചാ? ആടാ, MDMA. MDMA നമ്മളെ തറവാട്ടിന് പറ്റൂല. പറ്റൂലേ? പിന്നെ ആ രണ്ടാമത്തെ പെണ്ണിന്റെ അച്ഛനില്ലേ, അത് നമ്മളെ പോലെ അങ്ങനെ ആദ്യ നായരൊന്നല്ലടാ. അത് ഏതോ ഉടായ്പ ലൊട്ട നായരാ. പിന്നെ ഞാനിപ്പോ എന്തിനാ കെട്ടിയെഴുന്ന വെച്ചാൽ അങ്ങോട്ട് വരുന്നു. ആ അത് ശരി. നാളെ എന്റെ അനിയന്റെ റിസപ്ഷൻ അല്ലേ, നീ വരണ്ട? എങ്ങനെ? വരെ പെണ്ണ് കിട്ടി. ഞാനിപ്പോ അവിടെ വന്നിട്ട് എന്തിനാ? ആ മൂന്നാമത്തെ എങ്കിലും പറ്റുവാ? ആ മൂന്നാമത്തെ പെണ്ണ് 10ൽ പഠിക്കുമ്പോൾ ഒന്ന് മിസ്സായതാ. പിന്നെ നമ്മളെ പോലീസുകാർ കുറച്ചു നേരം തെരഞ്ഞോളെ കണ്ടുപിടിച്ചിന്. കുറച്ചു നേരം എന്ന് പറഞ്ഞാ എത്ര നേരം? ഒരു 2-2.5 മണിക്കൂർ. 2.5 മണിക്കൂർ കുറച്ചു നേരം അല്ല. അതല്ല, ഞാൻ പിന്നെ വിളിക്കാം. എന്റെ കൈ എന്താണ്? നിന്റെ കക്കൂസ പാടും. ഉളുപ്പ് കേട്ടാ. ഇനി മാവ കഴിച്ച് എനിക്ക് മതി മാവേ. Shame on your society. അറപ്പാന്ന് കണ്ടിട്ട് ആന്ന് ഇവൻ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ, നമ്മളാരും കഴിക്കാതെ പോലെ. പെമ്പിളറ മുമ്പ് ഇങ്ങനെ കുഴഞ്ഞു കളിക്കാം. ആണുങ്ങളെ വിലകളെ മരമാടെ. ആന്ന് നമ്മക്കല്ലേ അറിയൂ ആണുങ്ങളെ വില അല്ലേ? വാവ പോയിട്ട് വാ, ഏട്ടാ എടുത്തന്നെ.
ഏട്ടാ ഇതിന്റെ കൊളുത്ത് വർക്കാവുന്നില്ല. ഏട്ടായി നോക്കട്ടെ. ഇന്റെ കൊളുത്ത അലികാലം. ഇതെന്തെന്നാ ഇത്? ഏട്ടാ ഈന്റെ കൊളുത്തും വർക്കാവുന്നില്ല. ഞാൻ ആരാന്ന് വിചാരിച്ചാ നരകമായി ഉയ്. എന്റെ ഫസ്റ്റ് കിസ്. എന്താ നാരായണ? ഒന്നുമില്ല നാരായണ, പറ. എനിക്ക് ഞാനൊരു നരിമാർക്ക് പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. നാരായണ, പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുന്ന ആണുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത എന്താണെന്നറിയോ നിങ്ങൾക്ക്? ശ്രീധനല്ലേ? അതല്ല, പ്രതീക്ഷ. എല്ലാ ആഴ്ച നിങ്ങൾ ഇത് തന്നെയല്ലേ എനിക്ക് തരുന്നത്? സത്യം പറ, ഞാൻ ആളെ നോക്കണം. വേറെ ആളെ നോക്കാനോ? അതിന് ഈ വടക്കേലെ നാരായണൻ ചാവണം. അഥവാ ഞാൻ അങ്ങനെ ചത്തുപോയാ എന്റെ കണ്ണടയോ? എന്റെ കല്യാണം ഈ നാരായണേട്ടൻ നടത്തിയിരിക്കും. പോരെ? ശരി. ഇപ്പൊ ഇന്റെ കൊളുത്ത് വർക്കാവുന്നുണ്ടോ നായേ? വീടെല്ലാം പൂട്ടിട്ട് നിങ്ങൾ അടുത്തേക്ക് വന്ന് ബാക്കിയെല്ലാവരും എടുത്തു. അപ്പൊ ഇനിയൊന്നും അറിഞ്ഞില്ല മോനെ? എന്തെന്നാ? നാരായണേട്ടൻ പോയി. എന്ത് പരിപാടിയാ? രണ്ടാളും കൂടി ഒരുമിച്ച് പോവാന്ന് എന്നോട് പറഞ്ഞല്ലേ? ഒരുമിച്ച് പോവാനാ? ഇവനേതാ? അച്ഛൻ പോയടാ. നാരായണേട്ടാ, താരാ വന്നെന്ന് നോക്ക്. മാമൃത്ത് ജയേഷ് വന്നിട്ട. മോനെ, ഇന്റെ കല്യാണം വേഗം നടത്തി തരണമെന്ന് ഇന്നലെയും കൂടി എന്നോട് പറഞ്ഞത്. അച്ഛാ, നിങ്ങൾ എന്റെ കല്യാണവും നടത്തി കൊളാക്കി. ഇവന്റെ കല്യാണങ്ങൾക്ക് നന്നായി നടത്തി കൊടുത്തിട്ട് പോട്. 40 വയസ്സ് കഴിഞ്ഞാ പിന്നെ ആണുങ്ങൾക്ക് പിന്നെ ഏടുന്ന് പെണ്ണിനെ കിട്ടാനാ? നാരായണേട്ടാ, ഓന്റെ മംഗലും കൂടി കഴിപ്പിച്ചു കൊടുത്തിട്ട് ഇങ്ങൊക്കെ പോയാ പോരേനുവാ. പെട്ടെന്നായി പോയിടാ. എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് മൂപ്പർ പോയത്. ഒറ്റ വിഷമയിലൂടാ. എൻ്റെ കല്യാണം മൂപ്പർക്ക് നടത്താൻ പറ്റില്ല. ഇന്നലെ രാത്രിയും കൂടെ എൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ജയേഷിൻ്റെ പെണ്ണ് കാണല് നാളെ പോകണമെന്നല്ല. പ്രശ്നമില്ല, ഞാൻ ആ പെണ്ണിൻ്റെ വീട്ടുകാരെ പറഞ്ഞിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നീ ഒന്ന് പോയിട്ട് കണ്ടാൽ മാത്രം മതി. അച്ഛൻ്റെ 16 മിനിറ്റ് ഫുൾ ടൈം ഞാനും ഉണ്ട് എൻ്റെ കൂടെ. അല്ലെങ്കിൽ ആ പാവത്തിന് മോക്ഷം കിട്ടൂല. പ്രശാന്ത, അപ്പൊ എടുക്കല്ലേ? മാഹിന്നായാലോ? വടക്കേലെ നാറാണം മരിച്ചിട്ട് നയിച്ചോർക്ക് മാഹിലെ പേട്ട് കൊള്ളാം. മിലിറ്ററി മതി, മിലിറ്ററി. അത്രയാണ് ഇഷ്ടം. ജയേഷ് മിലിറ്ററി വിളിക്കൂലേ? ഗൂഗിൾ പേ ചെയ്യൂലേ? സംഖ്യ ഞാൻ ചെയ്യാം. സഭാര്യ ഗ്രഹേദക്ഷ സഭാര്യ പ്രിയംവദ സഭാര്യ പതിപ്രാണ സഭാര്യ പതിവ്രത. ജയേഷ്, ഞാൻ ഈ ഹിന്ദി കുറച്ച് ബാക്കോട്ടാണ്. ഇതൊന്നും മലയാളത്തിൽ പറയാൻ പറ്റുമോ? മലയാളത്തിൽ അതായത് ഏത് ഭാര്യയാണോ ഗൃഹകാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നത്, അതിഥികളെ സ്വീകരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നത്, സൗമ്യമായി സംസാരിക്കുന്നത്, ഭർത്താവിന്റെ കാര്യങ്ങൾ ശ്രദ്ധാലുവായി ചെയ്തു കൊടുക്കുന്നത്, അവളെയാണല്ലോ നമ്മൾ ഉത്തമ ഭാര്യയായിട്ട് കണക്കാക്കുന്നത്. അല്ല ജയേഷേ, നീ ഇത് ഏത് സീരിയലിലെ ഭാര്യയുടെ കാര്യം പറയുന്നത്? അല്ല, എനിക്ക് മനസ്സിലായിട്ടാ. അതല്ല പോട്ട്, നിന്റെ ഡിമാൻഡ്സ് എന്തല്ല അത് പറ. സുന്ദരിച്ചായിരിക്കും, നല്ല നറുംപാലിന്റെ കളർ, ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു 5'3", മാക്സിമം 5'5", പക്ഷേ ഹീലിടാൻ പാടില്ല. മൂക്ക് നല്ല നീളമുള്ള മൂക്കായിരിക്കണം, പല്ല് നല്ല നിരനിരയായിട്ട് നല്ല വെളുത്ത വൃത്തിയുള്ള, പക്ഷേ ഇമാതിരി കൊന്ത്രമല്ലൊന്നും പാടില്ല. വേണ്ട വേണ്ട. പിന്നെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോ ജയേഷേ പറയുന്നോണ്ടൊന്നും വിചാരിക്കറേ. നിങ്ങൾ പറ.
നമുക്കൊരു മരത്തുമെന്ന് മാങ്ങ കിട്ടും, വേറൊരു മരത്തുമെന്ന് തേങ്ങ കിട്ടും, വേറൊന്നും വന്ന് റംബൂട്ടാൻ. ഇതെല്ലാം കൂടി ഒറ്റ മരത്തുമെന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായ. പക്ഷേ അല്ല, നീ ടൗൺ ആവാൻ പറഞ്ഞല്ല, നമുക്ക് നോക്കാം. നീ എന്നാ പെണ്ണെ പോയിട്ട് കാണാ. നീ കാണാൻ പോകുന്ന പെണ്ണ് നെരിമാർക്ക് പെണ്ണാണ്, അസലൊരു റംബൂട്ടാൻ. പറ്റുമെങ്കിൽ അച്ഛൻ്റെ 16 ഇൻ്റെ കല്യാണം ഞാൻ ഒന്നിച്ചു നടത്തുടാ.